ഹലോ അസ്സാം വലൈക്കും. അപ്പോൾ ഇന്ന് ഞാനിവിടെ പഴം കൊണ്ട് വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റിയ ഒരു ഈവനിങ് സ്നാക്കാണ് കാണിക്കുന്നത്. അപ്പോൾ ഉന്നക്കായുടെ ഒക്കെ സെയിം ടേസ്റ്റിൽ വരുന്ന വേഗം ചെയ്തെടുക്കാൻ പറ്റിയ ഒരു പലഹാരമാണ്. ഇനിയിപ്പോൾ ഞാനിവിടെ ഒരു പാനിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു 3 ടേബിൾ സ്പൂൺ അണ്ടിപ്പരിപ്പ് ചെറുതാക്കിയിട്ട് ക്രഷ് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ അണ്ടിപ്പരിപ്പ് കൂടുതൽ വേണമെങ്കിൽ അങ്ങനെ ഇട്ട് കൊടുക്കാം. ഇനി കുറച്ച് ഉണക്കമുന്തിരി കൂടി ഇട്ട് കൊടുക്കാം. ഒരു 2 ടേബിൾ സ്പൂൺ ഉണക്കമുന്തിരി ഉണ്ടാവും. അപ്പോൾ ഇതെല്ലാം കൂടെ ഒന്ന് ബ്രൗൺ കളറായിട്ട് വരുമ്പോൾ നമുക്കിതിലേക്ക് ഒരു കപ്പ് തേങ്ങ ചിരകിയത് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇനി തേങ്ങ ഒരു 3-4 മിനിറ്റ് ഒന്ന് സോട്ട് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ ഏലക്കായ പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. ഒരു നുള്ള് ഉപ്പും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം, മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി ഞാനിവിടെ ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പഞ്ചസാരയുടെ അളവ് പഴത്തിൻ്റെ മധുരത്തിനനുസരിച്ചിട്ട് ഇട്ട് കൊടുത്താൽ മതി. ഇനിയിപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു 4 നേന്ത്രപ്പഴമാണ്. അപ്പോൾ നല്ല പഴുത്ത നേന്ത്രപ്പഴമാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു പലഹാരം ഉണ്ടാക്കുമ്പോൾ നല്ല പഴുത്ത പഴം തന്നെ ചേർത്ത് കൊടുക്കണം. ഇനി തേങ്ങയുടെ കൂട്ടും പഴവും കൂടെ നന്നായിട്ട് വേവിച്ചെടുക്കുക. അപ്പോൾ ഇനി ഇതൊരു ബ്രൗൺ കളറൊക്കെ ആയി വരുമ്പോൾ ഈ പഴം നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കുക. അപ്പോൾ പഴം നന്നായിട്ട് വെന്തിട്ടുണ്ടാവും ഈ ഒരു സമയമാകുമ്പോഴത്തേക്കും. നന്നായി ഉടച്ചു കൊടുത്തതിന് ശേഷം ഞാനിതിലേക്ക് ഒരു 4 സ്ലൈസ് ബ്രെഡ് പൊടിച്ചിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ബ്രെഡ് ചേർത്ത് കൊടുക്കണ്ടെന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കിയാലും കുഴപ്പമൊന്നുമില്ല. അല്ലാതെ തന്നെ നമുക്ക് ഈ ഒരു സ്നാക്ക് ഉണ്ടാക്കാം. ഞാനിവിടെ ഒരു 4 ബ്രെഡും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ചൂടാറി കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇതൊന്ന് ഉരുട്ടിയിട്ടെടുക്കാം. ഞാനിവിടെ ഉന്നക്കായയുടെ ഷേപ്പിലാണ് ഇത് ആക്കിയിട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് റൗണ്ട് ഷേപ്പിൽ ചെയ്താലും മതി. ഞാനിവിടെ ഇതിനൊരു ഉന്നക്കായയുടെ ടേസ്റ്റും കൂടെ വരുന്നതുകൊണ്ട് ഈ ഒരു ഷേപ്പ് ചെയ്തെടുത്തതേ ഉള്ളൂ. ഇനി ഒരു പാനിലേക്ക് നമുക്ക് ഒരു 2 ടേബിൾ സ്പൂണും കൂടെ പശുനെയ്യ് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന പഴം ഇതിലേക്ക് മുഴുവനായി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഗോൾഡൻ ബ്രൗൺ ആവണ വരെ ഇതൊന്ന് ഫ്രൈ ആക്കിയിട്ട് എടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു റെസിപ്പി. നല്ല ടേസ്റ്റി ആയിട്ട് വേഗം ചെയ്തെടുക്കാൻ പറ്റിയ ഒരു പഴത്തിൻ്റെ റെസിപ്പിയാണ്. ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യുക.